ഹല്ലേലൂയ. 121 സങ്കീർത്തനം വായിക്കാം. ഹല്ലേലൂയ. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയുണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതോണ്ട് നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ നീക്കും പരിപാലിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ആമേൻ. ഹല്ലേലൂയ. ആദ്യം പറഞ്ഞത് ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും. ഹല്ലേലൂയ. അപ്പം ആകപ്പാട് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നമ്മുടെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് അല്ല ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക എന്ന് മാത്രം. പിന്നെ താഴോട്ട് പറഞ്ഞിരിക്കുന്നതൊക്കെ ദൈവം ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ വട്ടം വരച്ചത്, നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് മാത്രം. എന്താന്ന് വെച്ചാൽ നമ്മള് ദൈവത്തിലേക്ക് നോക്കുക. അപ്പൊ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ വിഷമങ്ങൾ, ഭാരങ്ങൾ, എല്ലാ സമയത്തും സന്തോഷങ്ങൾ, സന്താപങ്ങൾ എല്ലാ സമയത്തും കർത്താവിങ്കിലേക്കാണ് നമ്മുടെ ദൃഷ്ടി നോക്കുന്നതെങ്കിൽ ബാക്കി താഴേക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ എന്നാണ്. ഹല്ലേലൂയ. അപ്പൊ അവിടെ അവിടെ പറഞ്ഞേക്കുന്നത് എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുമ്പോൾ എനിക്ക് സൈഡുന്നു, എന്റെ ആശയത്തെയും ഭൂമിയെയും സൃഷ്ടി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യനിൽ നിന്ന് വരുന്നു എന്നല്ല, ഒരു പ്രഭുക്കന്മാരിൽ നിന്ന് വരുന്നു എന്നല്ല, രാജാക്കന്മാർ തരുമെന്നല്ല. നമ്മുടെ കണ്ണ് നമ്മൾ ദൈവത്തിങ്കിലേക്ക് നോക്കുക, നമ്മുടെ സഹായം വരുന്നത് ദൈവത്തിങ്കിൽ നിന്ന് തന്നെയായിരിക്കും. അപ്പൊ നമ്മുടെ നോട്ടം എവിടെയാണെന്നുള്ളത് ഈ ദിവസങ്ങളിൽ പിശാചി എപ്പോഴും ശ്രമിക്കുന്നത് നമ്മൾ കർത്താവിങ്കിലേക്ക് നോക്കരുത്, അല്ലെങ്കിൽ ഹല്ലേലൂയ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതും ദൈവത്തിൽ ആശ്രയിക്കണമെന്നും ദൈവത്തെ പോലെ ആക്കണമെന്നാണ് നമ്മളെ കുറിച്ച്. ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? നമ്മൾ ക്രിസ്തു എന്ന തലയോളം വളരണം എന്ന് തന്നെയാണ്. ഹല്ലേലൂയ. പക്ഷെ പിശാച് എപ്പോഴും ആഗ്രഹിക്കുക എന്താന്ന് വെച്ചാ ഹല്ലേലൂയ അവൻ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദമിനെ ഹവ്വയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ഫലം തിന്നുന്ന നാൾ നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾക്ക് നന്മ തിന്മകളെ തിരിച്ചറിയാൻ കഴിയും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഹല്ലേലൂയ. അവിടെ പറയുന്നത് നിങ്ങൾ ദൈവത്തെ പോലെയാകും. എങ്ങനെ ദൈവത്തെ പോലെയാകും നാം പഠിപ്പിക്കുന്നത് വെച്ചാൽ, ദൈവത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ നിങ്ങൾ ദൈവത്തെ പോലെയാകും. കർത്താവ് എന്താ ആഗ്രഹിക്കുക വെച്ചാൽ, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മൾ ദൈവത്തെ പോലെയാകണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ കർത്താവ് നമ്മളെ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ച് ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് ദൈവത്തോട് കൂടെ നടന്ന് നമ്മൾ ദൈവത്തെ പോലെയാകണം. എന്താ വെച്ചാൽ നമ്മൾ തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിച്ച് അവന്റെ പ്രതിമയോട് അനുരൂപരായി മാറാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ സാത്താൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളോട് പറയുന്ന ഇതാണ്, നിങ്ങൾ അവനെ ആശ്രയിക്കൊന്നും വേണ്ട, കൂടെ നടക്കുകയൊന്നും വേണ്ട, പക്ഷെ ഞാൻ കാണിച്ചുതരാം, നിങ്ങൾ അതുപോലെ ആകും. അങ്ങനെയല്ലേ അവരോട് പറഞ്ഞത്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ് ആക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞ് പലരെയും തെറ്റിച്ചു കൊണ്ടുപോകുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നേ, നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? നിങ്ങൾ കണ്ണുകൾ എങ്ങോട്ട് ഉയർത്തണം? കർത്താവിലേക്ക് ഉയർത്തണം. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ഉയർത്തുമെങ്കിൽ നിങ്ങളെ നടത്തുന്നത് നിങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ സഹായമാണ് നിങ്ങൾക്ക് വരുന്നത്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സാധാരണക്കാരിൽ നിന്നല്ല, അപ്പുറത്തുകാരൻ 1000 രൂപ കടം തരുമെന്നല്ല പറഞ്ഞേക്കുന്നത്. നിന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുമെന്നല്ല പറഞ്ഞത്. നമുക്കൊരു സഹായം വേണമെങ്കിൽ അത് ആകാശത്തെയും ഭൂമിയെ ശ്രീഹോയിൽ നിന്ന് വരുന്നു. ഒരു ഭക്തൻ എന്ത് സഹായം വരുമ്പോഴും ആരും നമ്മളെ സഹായിച്ചില്ല, ഏത് വഴിയിലൂടെ സഹായം വന്നാലും അതിന്റെ മഹത്വം ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മുടെ ദൈവം തന്നെയാണ്.
സ്തോത്രം, ഹാലേലൂയ. സ്തോത്രം. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കേ ഇരിക്കുന്നു, അതവന് ഇഷ്ടമുള്ളിടത്തേക്ക് ഒഴുക്കും ദൈവത്തിന്റെ വചനം. അപ്പൊ ആരാണ് രാജാക്കന്മാരുടെ ആണെങ്കിലും പ്രഭുക്കന്മാരുടെ ആണെങ്കിലും മറ്റുള്ള അധികാരികളുടെ ആണെങ്കിലും ഒക്കെ ഹൃദയം നമുക്ക് അനുകൂലമാക്കുന്നതും പ്രതികൂലമാക്കുന്നതും നോക്കിക്കഴിഞ്ഞാൽ അത് ദൈവം തന്നെയാണ്. ചില പറവോന ഹൃദയങ്ങളെ ദൈവം കഠിനമാക്കുന്നത് പോലെ തന്നെ ചിലരുടെ ഹൃദയത്തെ നമുക്ക് അനുകൂലമാക്കുന്നതും ഹാലേലൂയ ദൈവം തന്നെയാണ്. നമ്മളെ എസ്തേറിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, എസ്തേറിനെ കണ്ട അവർക്ക് അവളോട് പ്രീതി തോന്നി. ഹാലേലൂയ. കാരണം ദൈവത്തിന്റെ ഹാലേലൂയ ആ ഇടപെടൽ ഉണ്ടാകുമ്പോൾ ഹാലേലൂയ പ്രീതി തോന്നി. ദാനിയേലിനെ കുറിച്ചൊക്കെ എഴുതിയിട്ട് ദാനിയേൽ അവിടെ ചെന്നപ്പോൾ പറഞ്ഞ്, ഞങ്ങൾ തന്നെത്താൻ അശുദ്ധർ ആക്കത്തില്ല തീരുമാനിച്ചപ്പോൾ ഷണ്ടാധിപനോട് അവരുടെ ഹൃദയം അവർക്ക് അനുകൂലമാക്കി, അല്ലെ അവരോട് ഹാലേലൂയ ദയ തോന്നുമാറാക്കി. കാരണം ഇതൊക്കെ ചെയ്യുന്ന ആരാ? ദൈവം. കാരണം അവിടെ ദാനിയേൽ ഒരു തീരുമാനമെടുത്ത് രാജാവിന്റെ ശാഖ ഈ എന്താ പറയാ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടോ വീഞ്ഞം മദ്യം കൊണ്ടോ ഒന്നും ഞങ്ങൾ അശുദ്ധരാക്കത്തില്ല, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട. ശാഖഭോജനം മതി, വെള്ളം മതി, ഇത് കഴിച്ചാണെങ്കിലും ഞങ്ങൾ പ്രമാണം വിട്ട് മാറത്തില്ല. തീരുമാനം എടുത്ത ദാനിയേലിന് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി ദൈവം അവിടുത്തെ ഷണ്ടാധിപന്റെ ഹൃദയത്തെ അവർക്ക് വേണ്ടിയിട്ട് അവരോട് കൂടെ ചേർന്ന് നിൽക്കാൻ, അത് അനുവദിച്ചു കൊടുക്കാൻ തക്കവണ്ണം ആക്കി. അപ്പൊ നമ്മളുടെ തീരുമാനങ്ങൾ, നമ്മൾ ദൈവത്തിലുള്ള ആശ്രയം നമ്മൾ ഉണ്ടെങ്കിൽ ദൈവം പലരെയും നമുക്ക് അനുകൂലമാക്കി മാറ്റുന്നു കാണാം. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയാം, എന്റെ സഹായം, നിന്റെ സഹായം ഇവിടെ ആകാശത്തിൽ പോയി യഹോവയില്. എന്നിട്ട് പിന്നെന്താ? നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഹാലേലൂയ. നിന്നെ കാക്കുന്നവൻ മയങ്ങയില്ല, ഉറങ്ങുകയില്ല. ഹാലേലൂയ. എപ്പോഴാ? ഒറ്റ കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ കാലൊരിടത്ത് പോലും വഴുതി പോകാൻ ദൈവം അനുവദിക്കില്ല. വഴുതുമെന്ന് നമുക്ക് തോന്നും, പലപ്പോഴും വീണു പോകുമെന്ന് തോന്നും. പക്ഷേ വീണു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മൾ നിൽക്കുന്നത് ഉറപ്പുള്ള ക്രിസ്തു എന്ന പാറമേല ദൈവം നമ്മളെ നിർത്തിയേക്കുന്നെങ്കിൽ നമ്മൾ അങ്ങനെയെങ്കിലും ഒന്ന് ആടി ഉലഞ്ഞ് വീഴത്തില്ല. അപ്പം നിന്നെ കാക്കുന്നവൻ മയങ്ങിയിൽ ഉറങ്ങില്ല. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ മയങ്ങി പോകുമ്പോഴും നമ്മളെ കാക്കുന്ന ദൈവം ഉറങ്ങാതെ മയങ്ങാതെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു, നമ്മളെ കാത്ത് പരിപാലിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. എന്റെ കണ്ണ് ഞാൻ അങ്ങോട്ടാ ഉയർത്തി. എനിക്കൊരു ആവശ്യം വരുമ്പോൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും അല്ല എന്റെ പിടികൾ ആശ്രയം പോകണ്ടേ. എന്റെ കണ്ണ് എപ്പോഴും ഉയരത്തിലേക്ക് തന്നെ, സ്വർഗീയ പിതാവിങ്കിലേക്ക് തന്നെ ഉയരാൻ പാടുള്ളൂ. മറ്റൊരിടത്തേക്ക് പോകാൻ പാടില്ല. ഇവിടെ പറയുന്ന നിന്നെ കാക്ക മയങ്ങിയില്ല. ഇസ്രായേലിന്റെ പരിപാലനം മയങ്ങിയില്ല, ഉറങ്ങുകയും ഇല്ല. നമ്മുടെ ദൈവം ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. നമ്മളൊക്കെ ഒരാള് കുഞ്ഞുങ്ങളൊക്കെയാണ് തന്നെ ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്ന ആരെങ്കിലുമൊക്കെ നോക്കാനായിട്ട് നമ്മൾ ബൈസ്റ്റാൻഡറായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ട്രിപ്പൊക്കെ ഇട്ട് അവരെയൊക്കെ വെച്ചേക്കും. അപ്പൊ ഡോക്ടർമാർ പറയും നോക്കിക്കോണേ എന്നൊക്കെ പറയും. നമ്മൾ എത്ര ഉറങ്ങാതിരുന്നാലും ഇടയ്ക്കും ഉറങ്ങിയും പോകും, മയങ്ങിയും പോകും, അല്ലേ? കാരണം എന്താ? നമുക്കൊക്കെ ഉറങ്ങാതെ കഴിയാൻ കഴിയില്ല. അതുകൊണ്ട് പക്ഷെ ദൈവത്തെ കുറിച്ച് പറയാം, നമ്മുടെ ദൈവം ഉറങ്ങുകയില്ല, മയങ്ങുകയില്ല. ഒന്ന് കണ്ണുപോലും ചിമ്മാതെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ദൈവം ആ ദൈവത്തിന്റെ ഈ പ്രൊട്ടക്ഷൻ ഒക്കെ നമുക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് വേറെ വലിയ ഭാരിച്ച കാര്യം ചെയ്യണം. അയ്യോ എല്ലാ വർഷവും ഇതൊക്കെ എടുത്തുകൊണ്ട് മല കയറണം കേട്ടോ, അല്ലെങ്കിൽ ഇതെടുത്തുകൊണ്ട് മോന്തയ്ക്ക് ചൂലൊക്കെ തറയ്ക്കണം, അല്ലെങ്കിൽ മണ്ണിൽ പോയി കിടന്ന് ഉരുളണം, അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ എന്തെങ്കിലും വഴികൾ പറയുന്നുണ്ടോ ഇതൊക്കെ വരാൻ വേണ്ടിയിട്ട്? അല്ലെങ്കിൽ കൊണ്ടൊരു കാളയെ കൊടുക്ക് അറക്ക്, അല്ലെങ്കിൽ ഒരു ആടിനെ കൊണ്ടറക്ക്, അല്ലെങ്കിൽ വലിയ സദ്യ നടത്തി, ഇതൊന്നും ദൈവം പറഞ്ഞിട്ടില്ല. കർത്താവിന്റെ പ്രൊട്ടക്ഷൻ ഉറങ്ങാതെ മയങ്ങാതെ നമ്മളെ കാത്ത് പരിപാലിക്കുന്ന ഒറ്റ കാര്യം മാത്രം നീ ചെയ്താൽ മതി. എന്താ വേണം? നിന്റെ കണ്ണ് എങ്ങോട്ടാ നോക്കണം? ദൈവത്തിങ്കിലേക്ക് നോക്കുക മാത്രം ചെയ്താൽ മതി. ഹാലൂയ. മറ്റൊന്നും ചെയ്യണ്ട. ഹാലൂയ. അവിടെ പറയും പരിപാലനം ഇറങ്ങിയില്ല, മയങ്ങില്ല. യഹോവ നിന്റെ പരിപാലനം, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. ഹാലൂയ. അപ്പൊ ദൈവം നമ്മുടെ പരിപാലകൻ, ദൈവം നമ്മുടെ വലതുഭാഗത്ത് നമുക്ക് തണലായിട്ട് നിൽക്കുകയാണ്. അബ്രഹാമിനോട് പറഞ്ഞ പോലെ, അബ്രഹാമേ നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. എത്ര വലിയൊരു പ്രോമിസ്. കാരണം ഞാനാണ് നിനക്ക് നിന്റെ പ്രൊട്ടക്ഷൻ, നിന്റെ റിവാർഡും ഞാൻ തന്നെയാണ്. ദൈവം പറഞ്ഞത് അങ്ങനെയല്ലേ? പ്രതിഫലവും ഞാൻ തന്നെയാണ്, നിന്റെ പരിചയം ഞാൻ. പരിചയം എന്ന് വെച്ചാൽ ചുറ്റും, നിനക്ക് ചുറ്റും നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഞാനാ, നിന്റെ പ്രതിഫലവും ഞാനാണ്. അപ്പം ദൈവത്തിൽ ആശ്രയിച്ച ഭക്തനോട് ദൈവം പറയുന്നതാ നിനക്ക് മറ്റൊന്നും നീ എക്സ്പെക്ട് ചെയ്യണ്ട. ഞാൻ ചോദിക്കുന്ന ദൈവം പറയാണ്,
ഞാനാണ് നിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞ ദൈവത്തിന് എന്തൊക്കെയുണ്ടോ അതെല്ലാം ആർക്കായി? അബ്രഹാമിന്, അല്ലേ? ഹല്ലേലൂയ. അപ്പൊ സാറാമ്മ സിസ്റ്റർ പറയാണ്, മിനി സിസ്റ്റർ എന്നെ അങ്ങ് എടുത്തു. അല്ലല്ല, ഞാനങ്ങ് മിനി സിസ്റ്റർ തന്നേക്ക്, എന്നെ അങ്ങ് തന്നേക്കെന്ന് വെച്ചാൽ സാറാമ്മ സിസ്റ്റർക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം അതോടുകൂടി വന്നു. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരിക്കൽ ഒരു ഭക്തൻ, ഹല്ലേലൂയ, ഒരു സ്തോത്രപാത്രം കഴിച്ച പാത്രം എടുത്തപ്പോൾ അതിനകത്തോട്ട് കയറി അങ്ങ് നിന്നിട്ട് പറഞ്ഞത്, എന്നെ അങ്ങോട്ട് തന്നേക്ക് കർത്താവെന്ന്. അപ്പൊ ആ മനുഷ്യനെ അങ്ങോട്ട് കൊടുക്കാന്ന് വെച്ചാൽ ആ മനുഷ്യൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം ദൈവത്തിന് വേണ്ടി കൊടുത്തു, അല്ലേ? നമ്മളെ അങ്ങ് ദൈവമേ കർത്താവ് എന്നെ ഞാൻ അങ്ങോട്ട് തന്നേക്കാണെന്ന് പറഞ്ഞാൽ എന്നെ മാത്രമെന്നല്ല, എനിക്ക് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അപ്പൊ ദൈവത്തിൻ്റെതായി മാറി. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓർത്തു വേണം പറയാനായിട്ട്. ഹല്ലേലൂയ. കാരണം കർത്താവേ എന്നെ പൂർണ്ണമായിട്ട് ഞാൻ അങ്ങ് തരിക കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്നെ ഈ കാണുന്ന ശരീരമല്ല, അപ്പൊ നിന്നെ പൂർണ്ണമായി കൊടുക്കുക വെച്ചാൽ നിനക്ക് എന്തൊക്കെയുണ്ടോ, നിന്റെ പേരിൽ എത്ര വസ്തുവകകളുണ്ടോ, നിന്റെ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടോ, നിനക്ക് എത്ര മക്കളുണ്ടോ, നിനക്ക് എന്തൊക്കെയുണ്ടോ, അതെല്ലാം നീ ദൈവത്തിന് കൊടുത്തു എന്നാ എൻ്റെ അർത്ഥം. പറഞ്ഞിട്ട് പിന്നെ കൊടുക്കാതിരിക്കല്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ അങ്ങനെ കൊടുക്കാതിരിക്കുക. ഇന്നലെ പറഞ്ഞ പോലെ അനന്യാസും സഫീറയും ചെയ്ത പോലെ കൊടുത്തേക്കാന്ന് പറഞ്ഞ് ഇച്ചിരി എടുത്ത് മാറ്റി വെക്കുന്നവരുടെ പയലായിപ്പോ. ഹല്ലേലൂയ. അപ്പൊ കൊടുക്കാമെന്ന് പറഞ്ഞ് ദൈവത്തോട് ഉടമ്പടി ചെയ്താൽ അത് കൊടുക്കണം. ഉടമ്പടി ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ദൈവത്തെ ഇവിടെ അബ്രഹാമിനെ പറയുമ്പോൾ ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണെന്ന് പറയുമ്പം ദൈവത്തിന് എന്തൊക്കെയുണ്ടോ അഖിലാണ്ടത്തെ ഉടയവനായ ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിന് എന്തൊക്കെ ഉടമസ്ഥതയുണ്ടോ അതെല്ലാം ഇപ്പൊ അബ്രഹാമിന്റെയാ. അബ്രഹാമിന് ദൈവം കൊടുത്തു എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അബ്രഹാമിന് ദൈവം നീ എഴുന്നേറ്റ് മുകളിലോട്ട് കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കി, കാണുന്നത് എല്ലാം ഞാൻ നിനക്ക് തരും എന്നുവെച്ചാ നിന്റെ കണ്ണ് എവിടം വരെയൊക്കെ എത്തും അതെല്ലാം നിനക്കുള്ളതാ. ഹല്ലേലൂയ. അങ്ങനെ തന്നെയാണ് ദൈവം കൊടുക്കുന്നത്. നമ്മളോട് ഓരോരുത്തരിലും പറഞ്ഞേക്കുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത്, നിനക്ക് ഇച്ചിരി അനുഗ്രഹത്താൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നല്ല, സ്വർഗത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം വെച്ച് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം. എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്കുള്ളതാണെന്ന്. ഹല്ലേലൂയ. നമ്മളിവിടെ വിചാരിക്കുന്നത് കർത്താവ് ഇച്ചിരി തരുമോ, അത് തരുമോ, ഇത്തിരി തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയും, നിങ്ങൾക്ക് ഇത്തിരി എമ്പിണിയും തരാൻ വേണ്ടിയിട്ടല്ല, ഞാൻ തന്നു കഴിഞ്ഞു ഓൾറെഡി. ഹാലേലൂയ. ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. ദൈവത്തിന്റെ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹം, സ്വർഗത്തിൽ എന്തൊക്കെയുണ്ടോ ഹാലേലൂയ അതെല്ലാം മക്കളായ നമുക്ക് നൽകിയിരിക്കുന്നു. ഹാലേലൂയ. നമ്മൾ തിരിച്ചറിയാത്ത പ്രശ്നം മാത്രം ഇവിടെ പറയുന്ന. ഹാലേലൂയ. ആമേ. യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിൽ നിന്നെ ബാധിക്കില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കുക, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. അപ്പം സൂര്യനും ചന്ദ്രനും ഹാലേലൂയ കാണുന്ന പ്രപഞ്ചത്തെ സകലതും ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ ഞാൻ നിന്റെ വലതുഭാഗത്ത് ഞാൻ നിനക്ക് തണലാന്ന് പറഞ്ഞ ദൈവം നമ്മളുടെ ഷാഡോ ആയി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ഈ സൂര്യനോ ചന്ദ്രനോ എന്തിനെങ്കിലും നമുക്ക് ദോഷം ചെയ്യാൻ പറ്റുമോ? ഹാലേലൂയ. ഇല്ല. എന്താ? അതിനെ സൃഷ്ടിച്ച ദൈവമാണ് എനിക്ക് തണൽ തരുന്നത്. ഒരു കൊടയല്ല, ഒരു മരമല്ല, ഒരു വീടിന്റെ തണലല്ല. ഹാലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ന്യൂസ് കണ്ടപ്പോൾ അതിനകത്ത് കണ്ടത്, അമേരിക്കയിലാണെന്ന് തോന്നുന്നുണ്ട്. ഹാലേലൂയ സ്ഥലത്ത് ഒരു പ്രൈവറ്റ് ജെറ്റ് പറന്ന് പൊങ്ങിയതാ ഹോസ്പിറ്റലിൽ നിന്ന് ആരെയും കൊണ്ട്. അത് പൊട്ടി തകർന്നിട്ട് അതിനകത്തുനിന്ന് ഒരു പീസ് വന്നിട്ട് അവിടെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അവിടെ തലയിലേക്ക് വന്നടിച്ച് ഒരു ചെറിയ പീസ്. ഹല്ലേലൂയ. എവിടെയാ? എയർപോർട്ടിൽ നിന്ന് പൊങ്ങിയ ഫ്ലൈറ്റ് 6 പേരും കണ്ട ഒരു പ്രൈവറ്റ് ജെറ്റ്, അത് മുകളിൽ വെച്ച് പൊട്ടി തകർന്നു. അപ്പൊ അതിൽ നിന്നൊരു പീസ് തെറിച്ച് വന്ന് 1/2 കിലോമീറ്റർ ദൂരത്തുള്ള റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളുടെ തലയിലേക്ക് വന്നടിച്ച് അയാൾ അപ്പൊ തന്നെ താഴെ വീഴുന്നു. കാണിച്ചു. എന്താ പ്രൊട്ടക്ഷൻ ഉള്ളത്? അയാൾ എയർപോർട്ടിലേക്ക് പോയില്ല, അയാൾ ഫ്ലൈറ്റിൽ കയറിയില്ല, അയാളെ പരിസരത്ത് പോലും നിന്നില്ല. അടച്ചു ഉറപ്പുള്ളൊരു കെട്ടിടത്തിൽ ഇത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. ഇതാണ് ലോകത്തിന്റെ പ്രൊട്ടക്ഷൻ. പക്ഷെ ദൈവം പറയാണ്, പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ ഒരു ദോഷവും നിനക്ക് തട്ടത്തില്ല. കാരണം ഞാനാ നിന്നെ നോക്കുന്നത്, എന്റെ കണ്ണ നിന്റെ മേലുള്ളത്. ഹാലേലൂയ. അപ്പൊ ഞാനാ നിനക്ക് തണൽ. ഹാലേലൂയ. അപ്പൊ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ. ഞാൻ പറയുന്നത് നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, ഇപ്പോഴും ജീവനോട് ഭരിക്കുന്നതിന്റെ കാര്യം നമ്മുടെ കഴിവിലോ മിടുക്കിലോ ഒന്നും അല്ല. ഹാലേലൂയ. കോവിഡ് വന്ന് നമ്മളെക്കാട്ട് ശക്തരായ ബലമുള്ള ആരോഗ്യമുള്ള പലരെയും ഇങ്ങനെ തൂത്തുവാരി കൊണ്ട് കൊണ്ടുപോയി. ഹാലേലൂയ. അപ്പോഴൊക്കെ ഒന്ന് തൊടാൻ പോലും ധൈര്യം കാണിച്ചില്ല വൈറസ്. എന്താ കാരണം എന്ന് വെച്ചാ
പ്രൊട്ടക്ഷൻ എവിടുന്ന വെച്ചാൽ അവിടുന്ന് ആ പ്രൊട്ടക്ഷൻ പൊളിച്ചു കൊടുക്കാതെ അനുവദിക്കാതെ ഒന്നും നിന്നെ തൊടത്തില്ല. ഹാലേലിയ. കാരണം അല്ല, ഞാനാ നിനക്ക് തണൽ, ഞാനാ നിന്നെ നോക്കുന്ന, ഞാനാ നിന്റെ പ്രൊട്ടക്ഷൻ, ഞാനാ നിന്റെ പരിച, ഹാലിലെ എന്നൊക്കെ പറയുന്ന ദൈവം വെറുതെ പറയുന്നതല്ല. ഹാലെ, കർത്താവ് അങ്ങനത്തെ അതുപോലെ നമ്മുടെ സഹായവും അല്ല നമുക്ക് വേണ്ട സകലതും ഹാലേലൂയ അത് ദൈവത്തിങ്കിൽ തന്നെ വരുന്നത്. കാരണം എന്താ പറയാ, നമ്മളെപ്പോഴും ആശ്രയിക്കുന്നത് നമ്മുടെ സർവശക്തനായ ദൈവത്തിൽ ആണെങ്കിൽ ഹാലെ, അങ്ങനെ ആശ്രയിക്കാൻ ഒരാൾ മനസ്സ് വെച്ചാൽ, ഒരുവൻ അതിന് വേണ്ടിയിട്ട് ഹാലലിയ ഞാൻ എൻ്റെ ദൈവത്തിൽ മാത്രമേ ആശ്രയിക്കത്തുള്ളൂ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എൻ്റെ ദൈവം അങ്ങനെ തന്നെ നമ്മളെ കരുതുക ചെയ്യും. ഹാലലിയ. നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ ചിന്തിക്കാത്ത പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ദൈവം നമുക്ക് വേണ്ടുന്ന സകലതും ഒരുക്കി തരും. ഹാലലിയ. ഇവിടെ ഹാലലിയ. എന്നിട്ട് യഹോവ ദോഷം, പിന്നെ പറയുന്നത് യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഹാലി. അപ്പൊ നമ്മുടെ പ്രാണനെ പരിപാലിക്കാൻ ഈ ലോകത്ത് ആർക്കും പറ്റത്തില്ല. ഒരു ദോഷവും തട്ടാതെ നമ്മളെ പരിപാലിച്ചു കൊണ്ടുപോകും. നമ്മളെ ദോഷത്തിലേക്കൊക്കെ പോകാനായിട്ട് ചാൻസ് ഇല്ലാഞ്ഞിട്ടല്ല സിസ്റ്ററെ, പലപ്പോഴും നമ്മൾ ദോഷത്തിലേക്കൊക്കെ വീണു പോകേണ്ടെന്ന് വരാം. പക്ഷേ അതിലേക്ക് വീഴ്ത്തി കളയാതെ വണ്ണം നമ്മളെ നിർത്തുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ദൈവത്തിന്റെ കരുതലാണ് നമ്മളെ നിർത്തുന്നത്. ഹാലേലിയ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഹാലേലിയ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് അറിയേണ്ടു കൂടാടി സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ഹാലേലിയ. അവിടെയൊക്കെ നമ്മളെ നിർത്തുന്നത് നമ്മുടെ ദൈവമാണ്. ഇവിടെ പറയുന്നത് ഹാലേലിയ യഹോവ തന്റെ ആഗമനത്തെ ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഒരു ദിവസം പരിപാലിക്കുന്നല്ല, ഒരു മാസം പരിപാലിക്കുന്നല്ല, ഒരു വർഷം പരിപാലിക്കുന്നല്ല, ഇന്നു മുതൽ എന്നേക്കും. നമ്മളോട് പലരും പറയും ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഞങ്ങൾ ഉണ്ടാകും സഹായം. നമ്മൾ ഈ പറയുന്ന വാക്കുകളൊക്കെ എത്ര നാളത്തേക്ക് ഉണ്ടാകുമെന്ന് നോക്കണം. അല്ലെ, ആര് വിട്ടുപോയാലും ഞങ്ങൾ വിട്ടുപോകും, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും. ഹാലേലിയ എന്ന് പറയുന്ന ഹാലേലിയ എത്ര പേരിന്ന് നമ്മുടെ കൂടെയുണ്ട്. ഹാലയില് നമ്മുടെ കൂടെ പ്രാർത്ഥിക്കാൻ കൂട്ടിയ പലരും ഉണ്ട്, പല ആൾക്കാരും ഉണ്ട്. അവരൊക്കെ ആണെങ്കിൽ പറയും അയ്യോ ഇനി നമ്മൾ സിസ്റ്റർ വിട്ടിയും പോത്തേ ഇല്ലെന്ന് പറഞ്ഞേക്കുന്ന ആൾക്കാർ. അല്ലെങ്കിൽ ഹാല നമ്മൾ ഒരുമിച്ചുള്ള പ്രാർത്ഥന നമ്മൾ അന്നേരം വിചാരിക്കും ഹാലയില് ദൈവമേ ഇത് നമ്മുടെ അവസാനം വരെ നമ്മുടെ കൂടെ പ്രാർത്ഥിച്ചു കൂടി നിന്നേക്കും എന്നൊക്കെ വിചാരിച്ച് പലരും ഇന്ന് അഡ്രസ് പോലും ഇല്ലാതെ പോയിട്ടുണ്ടാവും ഇല്ലേ. ഹാലയില് അത് പല ഇന്നലെ ഞാൻ അഭിജിത്ത് മോനോടായിരുന്നു പറയാം, ചില സമയങ്ങളിലൊക്കെ ദൈവം ചിലരെയൊക്കെ നമ്മളോട് അടുപ്പിക്കും. അപ്പം നമുക്ക് ഹാലയിലെ ആ സമയം കഴിയുമ്പോൾ അവരെ അങ്ങെടുത്ത് മാറ്റും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം. ഹാലയിലെ കാരണം ആ സമയത്ത് നമുക്ക് അവരുടെ സഹായം അല്ലെങ്കിൽ അവരുടെ ആവശ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് ദൈവത്തെ അറിയാം. ദൈവമായിട്ട് കൊണ്ടുവരും, ദൈവമായിട്ട് എടുത്ത് മാറ്റും. നമ്മൾ വിചാരിക്കും അവര് നമ്മളോട് കൂടെ ചേർന്ന് വരുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും അയ്യോ എന്റെ ജീവിതകാലത്ത് ഇവർ എങ്ങും പോകത്തില്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും നമ്മൾ വിചാരിക്കും അല്ലെ. പക്ഷേ എങ്കില് ഒരു ടൈം കഴിയുമ്പോൾ ദൈവം അതിനെ ഇങ്ങനെ എടുത്ത്, അത് വിശ്വാസത്തിലാണെന്ന് ഞാൻ പറയാം, അവിശ്വാസത്തിലാണെന്ന് ഞാൻ പറയാം, ലോകപരമായിട്ടാണെങ്കിലും പറയാം, ദൈവപരമായിട്ടാണെങ്കിൽ ചില ബന്ധങ്ങളൊക്കെ അങ്ങനെയുണ്ട്. ഹാലയിലെ കാരണം എന്നും എന്നേക്കും മരണത്താലും പിരിയത്തില്ല എന്ന് പറയുന്ന പലരും ഹാലയില്, ചില ഹസ്ബൻഡും വൈഫൊക്കെ ഹാലയില് പറയോ ഇനി മരണം കൊണ്ട് പോലും ഞങ്ങൾ വേർപിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ അടിച്ചു പിരിഞ്ഞ് ഹാലയില് രണ്ട് വഴിക്ക് പോകുന്ന കാണാൻ പറ്റും. പക്ഷേ ഈ കർത്താവ് അങ്ങനെ പോകത്തില്ല. പല മക്കളെ നമ്മൾ ഹാലയിലെ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വരുമ്പോഴത്തേന് അപ്പനമ്മമാര് ഹാലയിലെ പ്രായമാകുമ്പോൾ മക്കൾ നോക്കും, എൻ്റെ കുഞ്ഞ് എന്നെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അവർ വിവാഹമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അവരുടെ കുടുംബമൊക്കെ ആയി കഴിയുമ്പോൾ മാതാപിതാക്കന്മാരെ തിരിഞ്ഞു പോലും നോക്കാത്ത അവസ്ഥകളുണ്ടാകും ഇവിടെയൊക്കെ പക്ഷെ ദൈവത്തിന്റെ നമ്മുടെ മേലുള്ള പ്രൊട്ടക്ഷൻ, നമ്മുടെ കരുതൽ നമ്മുടെ മേലുള്ള കരുതൽ, നമ്മുടെ സ്നേഹം, നമ്മളോടുള്ള സ്നേഹം, ഇതൊക്കെ എന്താ വെച്ചാൽ ഇന്നു മുതൽ എന്നേക്കും നമ്മൾ ഭൂമിയിൽ ജീവനുള്ളിടത്തോളം കാലം മാത്രമല്ല മരിച്ചു കഴിഞ്ഞാലും ദൈവം തന്നെ നമ്മുടെ കൂടെ പരിപാലനമായിട്ട് സ്നേഹം തന്നുകൊണ്ട് നമ്മൾ ചേർത്ത് നിർത്തുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. ഹാലലൂയ. ആ ദൈവത്തെ നമ്മൾ ആശ്രയിക്കും. നമ്മൾ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടിയിട്ട് കരുതുമെന്ന് ഞാൻ പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക്, ഞാൻ മോള് യുകെയിലൊക്കെ ഏറ്റവും കൂടുതൽ ഭാരപ്പെട്ട കാര്യം സാറമോസ്റ്റൊക്കെ അറിയാം. കാരണം അവിടെ ചെന്നപ്പോൾ അവളെ വിളിക്കാൻ ആളില്ല എന്ന് പറയപ്പം ചിലപ്പം എയർപോർട്ടിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ സാറമോസ്റ്റർ തന്നെ അത് അറേഞ്ച് ചെയ്ത് ഒരു അങ്കിൾ പോയി മുള വിളിച്ചു കൊണ്ടുവന്നാക്കിയൊക്കെ ചെയ്തു. പക്ഷെ പിന്നെ അടച്ചത് നമ്മൾ ഇവിടെ നിന്ന് ആഗ്രഹിച്ച കാര്യമൊക്കെ നല്ല ചർച്ച കൊടുക്കണേ പോകുന്നതിന് മുമ്പ് ഹാലേലൂയ നല്ലൊരു ദൈവസഭ കൊടുക്കണേ, ഇതൊക്കെ പ്രാർത്ഥന വിഷയമാണ്. പക്ഷെ ദൈവം അതുപോലെ തന്നെ അറിഞ്ഞു ഹാലേലിയ ഒരു അപ്പനെയും അമ്മയും പോലെ തന്നെ ഹാലേലിയ ഒരു കുടുംബത്തെ പാസ്റ്റേയും കുടുംബത്തെ ഇന്നലെ ഞാൻ അവിടെ ചെന്ന് പറയുന്നത് ഞങ്ങൾക്ക്
രണ്ട് പെൺമക്കളെ ഉള്ളത്. ഇപ്പൊ വേറെ കൊച്ച് ആന്ധ്രയിൽ നിന്ന് കണ്ടിച്ചെന്നൊരു കൊച്ചുണ്ട്. അതുപോലെ ഒറ്റ മോളം കണ്ടപ്പോഴും അമ്മ ഇങ്ങനെ ഹാലേലി അതുപോലെ പുറത്തോട്ട് പോലൊന്നും വിടാതൊക്കെ ഉള്ളത് ആ കൊച്ച് ഹാലേലി ഇപ്പം ആൺമോളെ ഞങ്ങൾക്ക് ഇപ്പൊ 4 പെൺമക്കളുണ്ട് പാസ്റ്റർ പറയുന്നത്. ഹാലേലിയ. കാരണം ഹാലേലിയ അവളും ഞങ്ങളുടെ മോളാ. സിസ്റ്ററിനെ കുറിച്ച് വിഷമിക്കേ വേണ്ട. ഹാലേലിയ ആമയെന്ന് പറഞ്ഞ് ഹാലേലിയ അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയതാണ്. ദൈവത്താൽ ഒരുക്കപ്പെട്ടതാണെന്ന് ഞാൻ അറിയുന്നു. ഹല ആ പാസ്റ്റയും കുടുംബത്തെ ദൈവത്താൽ ഒരുക്കപ്പെട്ട അവരതുപോലെ നമുക്ക് എന്ത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഹാലേലിയ ആമ എപ്പോഴും അത് വിളിക്കാനും സംസാരിക്കാനും ആവശ്യങ്ങൾക്ക് ചെല്ലാനും ഒക്കെ ആയിട്ട് ഹാലേലിയ ആമയെ കരുതാനും ഒക്കെ ആയിട്ട് ദൈവം ഒരുക്കി. കാരണം വെച്ചാൽ അതെന്ത് ദൈവത്തിന്റെ ഫേവറാണ്. ഹാലേലിയ ആമേൻ. ഹാലേലിയ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് മറ്റൊരാൾ ഹാലേലിയ അവർ നല്ല മിടുക്കിയാണ്, നല്ലതാണ്, നല്ല വചനം നന്നായിട്ട് ഹാലേലിയ ദൈവത്തിന്റെ കൃപയിലാണെന്നൊക്കെ കേൾക്കുമ്പോൾ ഹാലേലിയ നമുക്ക് ഒത്തിരി സന്തോഷം തരും. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞ് ലോകപരമായിട്ടുള്ള കാര്യങ്ങളല്ല, അവള് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കേൾക്കും. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുടുംബത്തെ ആര് ഒരുക്കിയെന്ന് വെച്ചാൽ ദൈവം ഒരുക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആശ്രയിച്ച ദൈവത്തിലാണ്. കുഞ്ഞ് പോകാനായിട്ട് എന്താ പറയാ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തുടങ്ങിയിട്ട് താമസിച്ചിട്ടൊക്കെ പ്രാർത്ഥിച്ചു കൊടുക്കും. ദൈവമേ ഒക്കെ നല്ല സബ് കൊടുക്കണേ, നല്ല കൂട്ടുകാരെ കൊടുക്കണേ എന്നൊക്കെ പറയും. കാരണം എന്താ നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിടത്തേക്ക് പോകുമ്പോൾ ഹാലല്ലേ അവർക്ക് വേണ്ടുന്നത് എന്താണെന്ന് ദൈവത്തിൽ നിന്നുള്ളത് അവർക്ക് വേണ്ടുന്നത് നമ്മൾ തിരിച്ചറിയണം. അത് ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത്. കാരണം നമ്മൾ ആശ്രയിച്ചത് ഹാലേലിയ മനുഷ്യരെ ആരെയല്ല നമ്മൾ വിളിച്ചത്. നമ്മൾ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് വേണ്ടുന്നത് എന്താണ് അത് ദൈവം അവിടെ ചെയ്തു കൊടുക്കാനിടയായി. അതെ. അപ്പൊ അതാ പറയാം നമ്മുടെ ആശ്രയം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണ് നമ്മൾ ദൈവത്തിലേക്ക് ഉയർത്തുന്നതെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ലൂയ ആമീൻ സകലതും ചെയ്തോളും. പക്ഷെ നമ്മുടെ കണ്ണ് പലപ്പോഴും ദൈവത്തിലേക്ക് പോകേണ്ട സ്ഥാനത്ത് നമ്മൾ മറ്റ് പലരിലേക്കും ആശ്രയം വെക്കുന്നത് കൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ കഴിഞ്ഞ ദിവസമല്ല പണ്ട് പല പ്രാവശ്യം എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പലരോടും പറയാറുണ്ട് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. നമുക്ക് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും വലിയ ബുദ്ധിമുട്ടാണ്. അല്ലേ? കാരണം നമുക്ക് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ കൂടുവാണെങ്കിൽ പിന്നെ നമ്മൾ തകർത്ത് വെച്ച് പ്രാർത്ഥിച്ചു എത്ര നേരം വേണം ഇരുന്നോളും. പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മടുപ്പായി അല്ലെങ്കിൽ പ്രയാസമായി പോട്ടുകയോ അല്ലെങ്കിൽ ഉറക്കമായി അല്ലെങ്കിൽ ക്ഷീണമായി ഇതൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മനസ്സോ തോന്നത്തില്ല. പലപ്പോഴും നമുക്ക് പലരും പ്രാർത്ഥിക്കാൻ വിളിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കാം ഒറ്റയ്ക്ക് പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പം നമുക്ക് വേണ്ടി ദൈവം പറഞ്ഞേക്കുന്നത് നിങ്ങൾ 2 പേർ ഭൂമിയിൽ ഐക്യമത്യപ്പെട്ട് പിതാവിനോട് എന്ത് പിതാവ് പുത്രൻ മഹത്വം നിങ്ങൾക്ക് സാധിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറയുന്നത് ഇതാ 2 പേർ ഐക്യമത്യപ്പെടാൻ ദൈവം പറഞ്ഞു. അപ്പൊ ദൈവം എന്നോട് കർത്താവ് ഒരു ദിവസം ചോദിച്ചു നീ ഐക്യമത്യപ്പെടാൻ ആര് നോക്കിയിരിക്കാന്ന് ചോദിച്ചു. കാരണം ഞാൻ ഇവിടെ റെഡിയായിട്ട് നിൽക്കുക. ആരാണ്? പരിശുദ്ധാത്മാവ്. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവുമായിട്ട് ഐക്യമത്യപ്പെട്ടാലും 2 പേർ ഐക്യമത്യപ്പെട്ടു. നമ്മളിവിടെ ആരെങ്കിലും ഒന്ന് വിളിച്ചെങ്കിൽ ആരെങ്കിലും വന്നെങ്കിലും ഒന്ന് നോക്കിയിരിക്കുക. അപ്പം ദൈവം പറയുന്ന അതിന് പോലും നിനക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഞാൻ റെഡിയാ. നീ എപ്പോ പ്രാർത്ഥിക്കാൻ റെഡിയാ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കാൻ റെഡിയാ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരു കൂട്ടില്ലല്ലോ, നമുക്ക് കൂടെ പ്രാർത്ഥിക്കാൻ ആളില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. അതിനും ദൈവം റെഡിയായിട്ട് നിൽക്കുകയാണ്. നീ എപ്പ റെഡി, ഞാൻ അപ്പ റെഡിയാ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ നമ്മുടെ കൂടി പ്രാർത്ഥിക്കാൻ വരെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി ഐക്യമത്യപ്പെടാൻ, നമുക്ക് വേണ്ടി തുണ നിൽക്കാൻ വേണ്ടി, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് 24/7 റെഡിയായിട്ട് നിൽക്കുക. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തെങ്കിലും ഒരു കാര്യം എക്സ്ക്യൂസ് പറഞ്ഞ് മാറിയിരിക്കാൻ പറ്റുമോ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. ഇല്ല. കാരണം വെച്ചാൽ എവിടെ ചെന്ന് നിന്നാലും ഏത് അനുഭവത്തിൽ കൂടെ പോയാലും നമ്മൾ ദൈവസന്നിധി മുട്ടമടക്കുമെങ്കിൽ ഞാൻ എപ്പോഴും എനിക്ക് എന്നാ ദൈവം എപ്പോഴും കൊണ്ടുപോകുന്ന ഒരു ചിന്തയിലേക്ക് പത്മോസിന്റെ ഏകാന്തതയിലേക്ക് വന്നപ്പോൾ യോഹന്നാനെ കാണി ആ പത്മോസ് വെളിപ്പാട് ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഭീകരത എത്ര വലുതായിരുന്നു എന്ന് അറിയാൻ പറ്റും. ആ ഭീകരതമായ അന്തരീക്ഷത്തിലും യോഹന്നാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ മുട്ടുമടക്കുവാൻ റെഡിയായി, പ്രാർത്ഥിക്കാൻ റെഡിയായി. പ്രാർത്ഥിച്ചപ്പോൾ അവിടെ നിന്ന് ഇരുട്ടെ യോഹന്നാനെ മൂടിയെന്നല്ല എഴുതിയേക്കുന്നേ, യോഹന്നാന് മുമ്പിൽ സ്വർഗം തുറന്നു എന്ന് എഴുതിയേക്കുന്നത്. ഹാലേലൂയ. കാരണം നമ്മൾ ഏത് സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും അവിടെ മറ്റൊന്നും നമ്മൾ ചെയ്യണ്ട. നമ്മൾ മുട്ടുമടക്കാൻ അല്ലെങ്കിൽ ദൈവത്തിൽ ഇരിക്കാനായിട്ട്, ദൈവത്തെങ്കിലേക്ക് നോക്കുവാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ ഏത് ഇരുള് മൂടിക്കിടക്കുന്ന അന്തരീക്ഷവും വെളിച്ചമാക്കി മാറ്റാൻ നമുക്ക് പറ്റും. അപ്പൊ നമ്മുടെ ആശ്രയം ഒരു മനുഷ്യൻ
പൊസിഷനിലായിരിക്കല്ലേ ഹാലേലിയ. ആമേ ഹാലേലിയ, ഇവിടെയുള്ള ഒരു വ്യക്തികളും ഒരു പാസ്റ്റേഴ്സിലാകട്ടെ, ഒരു സിസ്റ്റേഴ്സിലാകട്ടെ, ഹാലേലിയ, ആമേ മറ്റാരെങ്കിലും ഒരു വിശ്വാസിയിലാകട്ടെ, നമ്മുടെ കുടുംബത്തിലുള്ളവരാകട്ടെ, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മുതലാളിയിലാകട്ടെ, അല്ലെങ്കിൽ എന്താ പറയാ, മറ്റു ആരിലും നമ്മുടെ ആശ്രയം പോകരുത്. നമ്മുടെ ആശ്രയം ദൈവത്തിൽ മാത്രം ആയിരിക്കണം. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച മാത്രം ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തിച്ച ദൈവത്തെങ്കിൽ ഉയർത്തി കഴിഞ്ഞാൽ ഈ താഴോട്ട് പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. അപ്പം നമ്മൾ അതുകൊണ്ട് ഇനി തുടങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു കാര്യം വരുമ്പോൾ നോക്കുന്നേ, പിശാച് എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അവൻ ട്രൈ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ, ദൈവത്തിൽ ആശ്രയിക്കാതെ, നമ്മൾ തന്നെത്താനെ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ദൈവത്തെ പോലെ ആകുമെന്ന് അവൻ പറഞ്ഞ് പഠിപ്പിക്കുക. അത് ഫോഷ്കാണ്. ഒരിക്കലും ദൈവത്തെ കൂടാതെ നമുക്ക് ദൈവത്തെ പോലെ ആകാൻ കഴിയില്ല. ദൈവത്തിന്റെ വചനം വിട്ട് നമുക്ക് ദൈവത്തെ പോലാകാൻ കഴിയില്ല. ദൈവത്തിന്റെ അഭിഷേകം വിട്ട് നമുക്ക് ദൈവത്തെ പോലാകാൻ കഴിയില്ല. അതിനുള്ളിൽ നിന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തെ പോലെ ആകുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്ന ക്രിസ്തു എന്ന തലയോളം വളരണം, അവനോ പോലെ രൂപാന്തരപ്പെടണം, ആ പ്രതിമയ്ക്ക് അനുരൂപരായി മാറണം, ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടണം എന്നെല്ലാം ആഗ്രഹിക്കുന്നത് നമ്മൾ അവന്റെ വചനത്തിലും അഭിഷേകത്തിലും പ്രാർത്ഥനയും ഇല്ലാതാകണമെന്നല്ല, അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ആകാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കും. നമ്മൾ അങ്ങനെ തന്നെ ആകണം, നമ്മൾ അങ്ങനെ ആകാൻ പാടുള്ളൂ. അതുകൊണ്ട് ദൈവ ആശ്രയം വിട്ട് ദൈവത്തെങ്കിലേക്ക് നോക്കാതെ ഇതെന്തെങ്കിലുമൊക്കെ ആകുന്ന ആരെങ്കിലും നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നെങ്കിൽ തെറ്റാണ്. നമ്മളെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആദാമിനെ ഹവ്വനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ ദൈവകൃപയിൽ നിന്ന് നമ്മളെ പുറത്താക്കി കളയാനായിട്ടുള്ള പദ്ധതിയാണ് അത്. അതുകൊണ്ട് നമ്മുടെ കണ്ണ് എങ്ങോട്ട് ഉയർത്തണം എന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണ് നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തന്നെ ഉയർത്തുക. നമുക്ക് സഹായം എവിടെ നിന്ന് വരും എന്ന് വെച്ചാൽ, ആകാശത്തെയും ഭൂമി ഉണ്ടാക്കി യഹോവയിൽ തന്നെ വരും. അതിനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. ഈ വചനത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറായിട്ട്. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.